3 months. എല്ലാവരും ഓണാഘോഷത്തിന് തിരക്കിട്ട് തയ്യാറെടുക്കുന്ന സന്ദർഭമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മുൻകാല ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1 വർഷം മുൻപ് അമ്മയുടെ വയസ്സ് മകൻ്റെ പ്രായത്തേക്കാൾ 6 മടങ്ങാണെന്ന് ഒരു ബന്ധം തന്നിട്ടുണ്ട്. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 31 വയസ്സാണ് എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയെന്നാണ് ചോദ്യം. അതായത് അമ്മയുടെ എന്തൊക്കെയാണ് തന്നേക്ക് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 31. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 31. അപ്പോൾ 1 വർഷം മുമ്പ് അമ്മയുടെ പ്രായം എത്രയാണ്? 1 വർഷം മുൻപ് അമ്മയുടെ പ്രായം എത്രയാണ്? 31-ന്ന് 1 കുറവ്, 1 വയസ്സ് കുറവായിരിക്കും അല്ലേ, 30. ഇനി 1 വർഷം മുമ്പ് അമ്മയുടെയും മകൻ്റെയും പ്രായം തമ്മിലൊരു ബന്ധം തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ. 1 വർഷം മുൻപ് മകൻ്റെ പ്രായത്തേക്കാൾ 6 മടങ്ങാണ് അമ്മയുടെ പ്രായം. അങ്ങനെയാണെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിന് എക്സ് എന്ന് കൊടുക്കുക. 1 വർഷം മുമ്പ് മകൻ്റെ സണ്ണിൻ്റെ പ്രായം എക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 1 വർഷം മുമ്പ് മകൻ്റെ പ്രായത്തിൻ്റെ 6 മടങ്ങാണ് അമ്മയുടെ പ്രായം. അതായത് 1 വർഷം മുമ്പ് മകൻ്റെ പ്രായത്തിൻ്റെ 6 മടങ്ങ് മീൻസ് മകൻ്റെ പ്രായം എക്സ് ആണെന്ന് എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 6 × എക്സ് സമം അമ്മയുടെ 1 വർഷം മുമ്പുള്ള പ്രായം എത്രയാണ്? 30. ഇപ്പോൾ 31 ആണെങ്കിൽ 1 വർഷം മുമ്പ് 30. അതായത് 6x സമം 30. വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 30. ഈ കൂടെ കിടക്കുന്ന 6 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കണം. അതായത് 5. 1 വർഷം മുമ്പ് മകൻ്റെ പ്രായം 5 ആണ്. അപ്പോൾ 1 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ കാണാൻ എന്ത് ചെയ്താൽ മതി? 1 വർഷം മുൻപാണ് 5. ഇപ്പോഴത്തെ കാണാൻ ഈ 5ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ മതി. 1 വർഷം മുമ്പ് മകന് 5 വയസ്സ്. ഇപ്പോഴത്തെ മകൻ്റെ പ്രായം എന്ന് ചോദിച്ചിരിക്കുന്നത് 5 + 1 6 ഉത്തരം. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 31. 1 വർഷം മുമ്പ് അമ്മയുടെ പ്രായം 31-ന്ന് 1 കുറയുന്നു 30. ഇനി മകൻ്റെ പ്രായവും അമ്മേൻ്റെ പ്രായവും തമ്മിലൊരു ബന്ധം പറഞ്ഞിട്ടുണ്ട്. 1 വർഷം മുമ്പ് മകൻ്റെ പ്രായം എക്സ് ആണെന്നിരിക്കട്ടെ. 1 വർഷം മുമ്പ് അമ്മയുടെയും മകൻ്റെയും പ്രായം തമ്മിലുള്ള ബന്ധം 6 × x സമം 30. അതായത് എക്സ് സമം 30 ÷ 6 5. 1 വർഷം മുമ്പ് മകൻ്റെ പ്രായം 5 ആണ്. മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദ്യം. അതായത് 5 + 1 6 ഉത്തരം. ഒരാൾ നിന്ന സ്ഥലത്തു നിന്നും നേർരേഖയിൽ 8 മീറ്റർ മുൻപോട്ട് നടക്കുന്നു. 8 മീറ്റർ മുൻപോട്ട് നടന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടക്കുന്നു. എന്നിട്ട് ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിൽ എത്ര അകലമുണ്ടെന്നാണ് ചോദ്യം. ഇവിടുന്ന് ഒരാൾ 8 മീറ്റർ നേർരേഖയിൽ നടക്കുന്നു. ഇങ്ങനെ ഇവിടെ വന്നിട്ട് 8 മീറ്റർ എത്തി. ഒരാൾ ഇവിടുന്ന് നടക്കുന്നു. ഇവിടെ വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ്, ഇവിടെ വന്നാൽ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്, വലത്തോട്ടെന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം നിന്ന സ്ഥലവും ഇപ്പോൾ എത്തിയ സ്ഥലവും തമ്മിലുള്ള അകലമാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇത് വരും. ഇതൊരു മട്ടത്രികോണമാണ്. ഈ മട്ടത്രികോണത്തിൽ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലം അതെന്ന് പറയുന്നത് ഓപ്പോസിറ്റുള്ള ആ ദൂരം എന്ന് പറയുന്നത് കർണമാണ്. അതായത് ഏറ്റവും വലിയ സൈഡ് 90 ഡിഗ്രിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്നത് ഈ ദൂരമാണ് നമുക്ക് കാണേണ്ടത്. ഈ ദൂരം ഒരാൾ 8 മീറ്റർ മുമ്പോട്ട് നടന്നു. 8 മീറ്റർ എത്തിയിട്ട് ഇടത്തോട്ടെന്ന് പറയാൻ മുകളിലോട്ട് വരും, വലത്തോട്ടെന്ന് പറയാൻ താഴോട്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 6 മീറ്റർ നടക്കുന്നു. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഈ പോയിന്റും ആദ്യം നിന്ന സ്ഥലവും തമ്മിലുള്ള ദൂരമാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു മട്ട ത്രികോണമാണ്. നമ്മൾ വരച്ചാൽ മനസ്സിലാവും. അതായത് അതിൻ്റെ കർണമാണ്. കർണം പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം സ്ക്വയർ സമം മറ്റുള്ള രണ്ടിൻ്റെയും കൂടെ സ്ക്വയറിൻ്റെ സമാണ് 8² + 6². നമുക്ക് കർണമാണ് കാണേണ്ടത്. കർണം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 6² + 8². മറ്റ് 2 വശങ്ങളുടെ വർഗങ്ങളുടെ
തുക അതിൻ്റെ വർഗ്ഗമൂലമാണ് കർണം. കർണം സ്ക്വയർ എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം അനുസരിച്ച് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. അതായത് നമുക്ക് കർണം ആകാണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. അതായത് റൂട്ട് ഓഫ് 36 പ്ലസ് 64 സമം റൂട്ട് ഓഫ് 100 സമം 100 റൂട്ട് എത്രയാണ്? 10. 10 ഉത്തരം. ഒന്നുകൂടി പറയാം. ഒരാൾ നിന്ന സ്ഥലത്ത് നിന്നും അയാളിവിടെ നിന്ന സ്ഥലത്ത് നിന്നും 8 മീറ്റർ നേർരേഖയിൽ മുൻപോട്ട് നടക്കുന്നു. 8 മീറ്റർ. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടക്കുന്നു. ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ആളുടെ ഇടത്ത് ഭാഗം മുകളിലോട്ടാണ്, വലത്തോട്ടാ തിരിഞ്ഞെങ്കിൽ താഴോട്ട്. ഇത് ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ, അതായത് 6 മീറ്റർ നടക്കുന്നു. അപ്പോൾ ആദ്യം നിന്ന സ്ഥലവും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഇവിടാണ്. ഇതും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ദൂരമാണ്. ഇതൊരു മട്ട ത്രികോണമാണ്, അതായത് 90 ഡിഗ്രി വരും. 90 ഡിഗ്രി. പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ മട്ട ത്രികോണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ളതെന്ന് പറയുന്നത് കർണമാണ്. ഏറ്റവും നീളം കൂടിയ വശം കർണം. അതായത് പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം സ്ക്വയർ സമം മറ്റ് 2 സ്ക്വയറുകളുടെ സമം 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. നമുക്ക് കർണം ഈ ദൂരമാണ് കാണേണ്ടത്. അതായത് കർണം സമം ഇത് തമ്മിലുള്ള അകലം ഈ ദൂരമാണ്. ആദ്യത്തെ സ്ഥലവും മറ്റേ സ്ഥലവും തമ്മിലുള്ള സമം റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ സമം റൂട്ട് ഓഫ് 64 പ്ലസ് 36, അതായത് റൂട്ട് ഓഫ് 100. 100ൻ്റെ റൂട്ട് എത്രയാണ്? 10 ഉത്തരം. അപ്പം അയാൾ ആദ്യം നിന്ന സ്ഥലവും ഇതും തമ്മിലുള്ള ദൂരം 10 മീറ്റർ. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 7/10 സ്ഥാനം എത്രയാണെന്നാണ് ചോദ്യം. ഇത് നമുക്ക് ഇതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇത് 2 മെത്തേഡിൽ ചെയ്യാം. കുറച്ചും കൂടി എളുപ്പ വഴി പറയാം. ഇതിൻ്റെ എല്ലാം അങ്ങ് പേഴ്സൻറ്റേജ് കാണുക. 1/2 × 100 എന്ന് പറഞ്ഞാൽ 50%. ഇനി 3/4 × 100 എന്ന് പറഞ്ഞാൽ 75%. അടുത്തത് 2/5 × 100. പേഴ്സൻറ്റേജ് കണ്ടാൽ എളുപ്പം പറ്റും. 40%. ഇനി 7/10 × 100, അതായത് 70%. 50%, 75%, 40%, 70%. അപ്പോൾ ആരോഹണ ക്രമത്തിലെന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഏറ്റവും ചെറുത് ആദ്യം എഴുതുക. ഏറ്റവും ചെറുത് ഇവിടെ ഏതാണ്? 2/5 കോമ. അടുത്തത് 40 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 50%, അതായത് 1/2 കോമ. പിന്നെ 70%. 40%, 50%, 70%, 75%. ആ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമത്തിൽ ആദ്യം ഏറ്റവും ചെറുത്, പിന്നെ വലുത്, പിന്നെ വലുത്. അതായത് 40% ഉള്ളത് ആദ്യം എഴുതി 2/5. പിന്നെ 50% ഉള്ള രണ്ടാമത് എഴുതി 50%, 1/2. പിന്നെയോ 70%, 75%. ഇനി 70% ഉള്ള എഴുതുക. അതായത് 7/10. പിന്നെ 75% ഉള്ളത് 3/4. ഇതാണ് ആരോഹണ ക്രമം. ആദ്യം ഏറ്റവും ചെറുത്, പിന്നെ വലുത്, 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 അങ്ങനെ. അതായത് 7/10 സ്ഥാനം എത്രാമത്തെ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 3ാമത്. അതാണ് ഉത്തരം. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇതാണ് പേഴ്സൻറ്റേജ് ആണ്. 100 ആകുമ്പോൾ കട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. 1/2 എന്ന് പറയുന്നത് നമുക്കറിയാം 0.5 ആണെന്നറിയാം. 3/4 എന്ന് പറയുന്ന 3/4 0.75. 2/5 എന്ന് പറയുന്നത് വേണമെങ്കിൽ 0.4. 7/10 എന്ന് പറഞ്ഞാൽ 0.7. അതായത് ഇതിൻ്റെ എല്ലാം വില കാണാൻ 1/2 എന്ന് പറയുന്ന അരയാണ്, 0.5. ഇത് 0.75, 3/4. ഇത് 0.4. ഇത് 10 കൊണ്ടായിരിക്കും 0.7. അപ്പോൾ ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതി അങ്ങനെ കിട്ടും. അതായത് 0.4 ആദ്യം, അതായത് 2/5. ഇനി അടുത്തത് 0.5, അതായത് 1/2. പിന്നെ 0.7, അതായത് 7/10. പിന്നെ 3/4. അപ്പോൾ 7/10 സ്ഥാനം എത്ര? ഇവിടാന്ന് 3ാമതാണ് വരുന്നത്. 1 തുല്യമായത് ഏത്? അതായത് ഇത് 2ഉം 5 സമം 2 × 5. ഇത് 2 കൂടെ ഗുണിക്കുക.
പ്ലസ് 1/5. രണ്ടായും രജയും ഗുണിക്കുന്ന ഒന്നിച്ച് ക്രിയ ചെയ്യണം. 10 + 1/5 സമം 11/5. അതായത് ഇതാണ് അതിൻ്റെ ഉത്തരം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് കൂട്ടുക, ഡിവൈഡഡ് ബൈ ഈ എത്ര അടിയിലുണ്ടായിരുന്നത് 4000 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി. അതായത് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എത്രയാണ്? 4000 രൂപ. നഷ്ടശതമാനം തന്നിട്ടുണ്ട്. എത്രയാണ്? 15%. അതായത് നഷ്ടം എത്ര രൂപയാണെന്ന് കാണണമെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ വാങ്ങിയ വിലയുടെ 15% കാണും. അതായത് 4000ൻ്റെ 15%. അതായത് 600 രൂപയാണ് നഷ്ടം വന്നത്. 600 രൂപ വാങ്ങിയ വിലയുടെ ലാഭമാണെങ്കിൽ അതിൻ്റെ ശതമാനം കണ്ടാൽ ലാഭ വിലയായിരിക്കും. അതായിരിക്കും നഷ്ടശതമാനം എന്ന് പറയുന്നത് 15%. 15% എത്രൻ്റെ വാങ്ങിയ വിലയുടെ നമ്മൾ എപ്പോഴും നോക്കും. അതായത് വാങ്ങിയ വിലയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 15%, 4000ൻ്റെ 15%. അതായത് 600 രൂപ നഷ്ടം വന്നു. അതായത് പിന്നെ സെല്ലിംഗ് പ്രൈസ് വിറ്റ വില കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ 4000ത്തിൽ നിന്ന് വാങ്ങി 600 രൂപ നഷ്ടം വന്നപ്പോൾ 3400 രൂപ. ഇതാണ് ശരി ഉത്തരം. വാങ്ങിയ വില നഷ്ടശതമാനം 15%, എത്രൻ്റെ? കോസ്റ്റ് പ്രൈസിൻ്റെ 15%. അതായത് 4000ൻ്റെ 15% എന്ന് പറയുന്നത് 600. 2020 മട്ടും 15 60 0 600 രൂപ. നഷ്ടം വന്നത് 600 രൂപയാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണാൻ നഷ്ടമാണെങ്കിൽ കുറയ്ക്കണം, ലാഭമാണെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ കൂട്ടുക. ഇവിടെ നഷ്ടമാണ്, അതുകൊണ്ട് 4000ത്തിൽ നിന്ന് 600 കുറച്ചിട്ട് 3400. ശശിയുടെയും ബൈജുവിൻ്റെയും വയസ്സുകളുടെ തുക ബൈജുവിൻ്റെയും ഡേവിഡിൻ്റെയും വയസ്സുകളുടെ തുകയേക്കാൾ 12 കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഡേവിഡിന് ശശിയേക്കാൾ എത്ര വയസ്സ് കുറവാണ്? ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ഇതിങ്ങനെ കുറേ ലെങ്തി ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ കുറച്ച് യുക്തി ഉപയോഗിച്ചാൽ മതി. അതായത് രണ്ട് സൈഡിൽ ഒരുപോലെ വന്ന് നമുക്ക് കട്ട് ചെയ്താൽ ഇവിടെയുണ്ട് ബൈജു, ഇവിടെയുണ്ട് ബൈജു, രണ്ട് ബന്ധപ്പെടുത്തലും ബൈജു ഉണ്ട്. അതായത് ശശിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഡേവിഡിൻ്റെ വയസ്സിനേക്കാൾ 12 കൂടുതലാണ്. നമുക്ക് തിരിച്ചാണ് ചോദ്യം. ഡേവിഡിൻ്റെ വയസ്സ് ശശിയുടെ വയസ്സിനേക്കാൾ എത്ര കുറവാണ്? അതായത് ശശിയുടെ വയസ്സ് ഡേവിഡിനേക്കാൾ 12 കൂടുതലാണെങ്കിൽ ഡേവിഡിൻ്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ശശിയുടെ 12 കുറച്ചാൽ മതി. 12 കൂടുതലല്ലേ? അപ്പോൾ എത്രയാണ് കുറവ്? ശശിയുടേതിനേക്കാൾ എത്ര കുറവാണ്? ഡേവിഡിൻ്റെ വയസ്സ് എത്ര കുറവാണ്? ഉത്തരം 12 കുറവാണ്. എത്ര കുറവാണ്? 12 കുറവാണ്. ശശിയുടെ വയസ്സിനേക്കാൾ ഡേവിഡിന് 12 വയസ്സ് കുറവാണ്. വളരെ ഈസിയാണ്. ശശിയുടെയും ബൈജുവിൻ്റെയും പ്രായം ബൈജുവിൻ്റെയും ഡേവിഡിൻ്റെയും പ്രായത്തെക്കാൾ 12 കൂടുതലാണ്. അങ്ങനെ തന്നെ നമ്മളൊരു ഇക്വേഷൻ എഴുതും. S + D = B + D + 12. ഈ ബി രണ്ട് സൈഡിൽ ഒരുപോലെ ഉണ്ടായപ്പോൾ കട്ട് ചെയ്ത് കളയുന്നു. S = B + 12. ശശിയുടെ പ്രായം ഡേവിഡിനേക്കാൾ 12 കൂടുതലാണ്. തിരിച്ചു പറഞ്ഞാലോ, ഡേവിഡിൻ്റെ പ്രായം ശശിയേക്കാൾ 12 കുറവാണ്. നമുക്ക് നോക്കാമല്ലോ. രണ്ട് സഹോദരിമാരുടെ പ്രായം 3:2 എന്ന അംശബന്ധത്തിലാണ്. 5 വർഷം മുൻപ് അവരുടെ വയസ്സുകളുടെ തുക 30ആണ്. 5 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ തുക 30ആണ് സഹോദരിമാരുടെ. ആയാൽ ഇളയ സഹോദരിയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? സിമ്പിളാണ്. അതായത് 5 വർഷം മുൻപ്
ഇവരുടെ വയസ്സുകളുടെ തുക എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് 30. അപ്പോൾ ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക കാണാൻ ഒരാളുടെ 5 ഒരാളുടെ 5, അതായത് ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക കാണാൻ ഈ 30ൻ്റെ കൂടെ ഒരാളുടെ 5 കൂട്ടി അടുത്ത ആളുടെ 5 കൂട്ടി, അതായത് 40. ഇപ്പോൾ രണ്ടുപേരുടെയും കൂടെ വയസ്സുകളുടെ തുക 5 വർഷം മുമ്പുള്ളത് 30 തന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒരാളുടെ 5 അടുത്ത ആളുടെ 5, അതായത് 5 5 10. ഇപ്പോഴത്തെ ഇവരുടെ വയസ്സുകളുടെ തുക 40. 30 + 10 40. അതായത് ഇളയ സഹോദരിയുടെ ആയതുകൊണ്ട് ഇതിവിടുത്തെ അംശബന്ധം ഏതാണ്? 3:2 എന്നുള്ള ബന്ധമാണ്. അതായത് 2 / ഇത് 2 കൂടെ കൂട്ടുക, 3 2 കൂടെ 5 ഗുണം ഇപ്പോഴത്തെ തുക നോക്കിയാൽ മതി. അതായത് 2 ഗുണം 8 16. മൂത്ത സഹോദരിയുടെ പ്രായമാണ് ചോദിച്ചെങ്കിൽ 3, ഇത് 2 ചെറുതല്ലേ, 3 / ആകെ ഉള്ളത് 3 2 കൂടെ കൂട്ടുക, 3/5 ഇത് 40. അങ്ങനെ വന്നേനെ. ഇവിടെ ഇളയ സഹോദരിയുടെ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 / 3 + 2 5 ഇൻറ്റു ഇപ്പോഴത്തെ അവരുടെ പ്രായങ്ങളുടെ തുക, ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുക 30 + 5 + 5 5 വർഷത്തിന് മുമ്പ് 30. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ വരുമ്പോൾ 5 കൂടും, മറ്റേ സഹോദരിയുടെ 5. അപ്പോൾ ആകെ 10 കൂടും. 30 10 40. അതായത് ആകെയുള്ള രണ്ടുപേരുടെയും വയസ്സുകളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 2 / ആംശബന്ധം എടുക്കുക, 2 / ആകെയുള്ള 3 2 5 ഇൻറ്റു ഇപ്പോഴത്തെ തുക. അപ്പോൾ 16. ഇത് ഈ ബോട്ട്മാസ് നിയമം വെച്ചിട്ട് ഈ ഡിവൈഡ് ചെയ്യാനുള്ള ആദ്യം അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 10നെ 10 കൊണ്ട് ഹരിച്ചാൽ 1. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു 10 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 10 ഉണ്ട്. ഇത് 10 ഇൻറ്റു ഇതിനെ അങ്ങ് 1 ആക്കുന്നു, ഇൻറ്റു 10, അതായത് 100 ഉത്തരം. ഇനി 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. 10 പൈസ / 10 രൂപ ഗുണം 100. ആകെ ഉള്ളതിൽ എത്രയാണെന്നോ അതേ ഗുണം 100 ശതമാനം. അതായത് 1 രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം. രണ്ടും ഒന്ന് പൈസ ഒരു യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ പൈസയാണ് മുകളിലുള്ള, അപ്പോൾ രൂപയിലേക്ക് പൈസയാക്കാം. 1 രൂപ 100 പൈസ. അപ്പോൾ 10 രൂപ നമുക്ക് 10 രൂപയല്ലേ ആകെ ഉള്ളത്, 1000 പൈസ. അതായത് 10 പൈസ / 1000 പൈസ ഇത്രയും യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. എത്ര വരും? 1. 1% ഉത്തരം. 10 പൈസ / 10 രൂപ ആകെ ഉള്ളതിൽ എത്രയാണോ ഉള്ളത്? 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനം? അപ്പോൾ ആകെ ഉള്ളത് അടിയിൽ എഴുതുക. 10 രൂപയിൽ 10 പൈസ ഗുണം 100. അതായത് 10 രൂപയെ നമ്മളങ്ങ് പൈസയാക്കും. 1 രൂപ 100 പൈസ, 10 രൂപ 1000 പൈസ. അതായത് 10 പൈസ / 1000 പൈസയിൽ 10 പൈസ ഗുണം ഒറ്റ യൂണിറ്റ് ആക്കിയിട്ടാണ് 100. ഇതെല്ലാം കട്ട് ചെയ്ത് പോയിട്ട് 1 ഇട്ടു, 1%. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും ഉള്ള ഒരു കുളത്തിൻ്റെ ചുറ്റളവ് എത്ര? അതായത് കുളം ഈ ഷേപ്പിലാണ്. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതി, ചതുരത്തിൻ്റെ ഷേപ്പിലാണ്. അതായത് ലെങ്ത് 40 മീറ്റർ, ബ്രെഡ്ത്ത് 30, നീളം 40 മീറ്റർ, വീതി 30 മീറ്റർ. കുളത്തിൻ്റെ ഷേപ്പ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്താണ്? ചുറ്റളവ് ചതുരാകൃതിയിലുള്ളത് 2 × L + B. അതായത് 2 × 40 + 30 = 2 × 70 = 140 മീറ്റർ. 140 ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.